ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെർബൽ മെഡിസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? കുറേ നാളായില്ലേ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, നാട്ടിൽ പോയ തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു. സോ ഇനി നമുക്ക് പതിവ് പോലെ പണ്ടത്തെ പോലെ തന്നെ ഇങ്ങനത്തെ കോണ്ടന്റ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാൻ വീഡിയോയിലോട്ട് പോകാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു മെഡിസിനെ കുറിച്ചിട്ടാണ്. കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും അസ്പരാഗസ് അല്ലെങ്കിൽ ശതാവരി. സോ ശതാവരിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു ശതാവരി എന്ന് പറഞ്ഞാൽ ഹിമാലയയുടെ ഒരു ബ്രാൻഡാണ്. ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ആയുർവേദ കടകളിലൊക്കെ ഒരുപാട് ശതാവരിയുടെ ആയുർവേദിക് മെഡിസിൻസ് കിട്ടും. അതുപോലെ നമുക്ക് ഒരുപാട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആയിരിക്കും ഈ ശതാവരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസ്പെരാഗസ് റെസിനോസിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആസ്പെരാഗസ് എന്താണ്, ഈ ഒരു ശതാവരിയുടെ യൂസസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശതാവരി എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ഈ ഒരു മെഡിസിൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് സപ്പോർട്ട് വുമൻസ് ഹെൽത്ത്. വുമൻസ് ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഈ ഒരു ശതാവരി അല്ലെങ്കിൽ ആസ്പെരാഗസ് റെസിനോസിസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? മിക്കവർക്കും അറിയാം ഈ ശതാവരി അല്ലെങ്കിൽ ആസ്പെരാഗസ് റെസിനോസിസ് എന്ന് പറഞ്ഞാൽ ആയുർവേദിക് മെഡിസിൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ മെയിൻലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന, ആയുർവേദത്തിലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഈ ശതാവരി എന്ന് പറയുന്നത്. സോ ഇതിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെയിൻ ആയിട്ട് ഫീമെയിൽസിൽ ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെൻസ്ട്രൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ്ങിന്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചില വീഡിയോസിനായി ഇടുമ്പോൾ ഒന്ന് രണ്ട് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് പ്രോബ്ലം നമുക്ക് എങ്ങനെ കുറയ്ക്കാനായിട്ട് പറ്റുമെന്ന്. സോ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിന് വളരെ ഫലം ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഈ ശതാവരി അല്ലെങ്കിൽ ആസ്പെരാഗസ് റെസിനോസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു അലോപ്പതിക് മെഡിസിൻസ് ഒക്കെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിനൊക്കെ കഴിക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷെ ഇങ്ങനത്തെ ഹെർബൽ മെഡിസിൻസ് ആണെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സും വളരെ കുറവാണ്. നമുക്ക് അത് കുറച്ചുനാൾ ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വൈറ്റ് ഡിസ്ചാർജ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള മെഡിസിൻസ് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മെഡിസിൻസ് ആയിരിക്കും. അതുപോലെ തന്നെ യൂറിനറി പ്രോബ്ലംസ് വരുന്നവർക്ക്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ശതാവരി അല്ലെങ്കിൽ ആസ്പെരാഗസ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ പല ബുദ്ധിമുട്ടും വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെർബൽ മെഡിസിൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഈ ഒരു ശതാവരി എന്ന് പറയുന്നത്. ഇതിന് മെയിൻലി ഡയൂററ്റിക് പ്രോപ്പർട്ടി ധാരാളമുണ്ട്. സോ ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞാൽ യൂറിൻ്റെ ഔട്ട്പുട്ടിനെ കൂട്ടുന്ന ഒരു മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ യൂറിനറി പ്രോബ്ലംസിനെ ട്രീറ്റ് ചെയ്യാൻ വളരെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഈ ഒരു ശതാവരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഈ ഒരു ശതാവരി എന്ന് പറയുന്നത്. മിക്കവർക്കും ഈ ഒരു പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കുറവാണെങ്കിൽ പാൽ കഷായം എന്നൊക്കെ പറഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ആയുർവേദത്തിൽ. സോ ഇത് മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന ഈ ഒരു ശതാവരിയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ശതാവരി ഗുളം എന്നൊക്കെ പറഞ്ഞ ആയുർവേദിക് മെഡിസിൻസ് ഉണ്ട്, ഈ ഒരു ലേഹ്യമൊക്കെ പോലെ ഇരിക്കുന്നത്. ഇത് മെയിനായിട്ട് വെയിറ്റ് ഗെയിന് വേണ്ടിയും അതുപോലെ ഇങ്ങനത്തെ വൈറ്റ് ഡിസ്ചാർജിനൊക്കെ വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. സോ ഇതിനെല്ലാം കോമൺലി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഈ ഒരു ശതാവരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഈ ഒരു ശതാവരി എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന ഡിപ്രഷൻ, ആൻസൈറ്റിക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അതോടൊപ്പം തന്നെ ഹോർമോണൽ ഇംബാലൻസ് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശതാവരി വളരെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ PCOS പോലുള്ള കണ്ടീഷൻസിലും കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഹെർബൽ മെഡിസിൻ ആണ് ഈ ഒരു ശതാവരി എന്ന് പറയുന്നത്. ഇനി മറ്റു ഉപയോഗങ്ങളിലോട്ട് വരികയാണെങ്കിൽ ശതാവരി എന്ന് പറഞ്ഞാൽ അൾസർ ട്രീറ്റ് ചെയ്യാൻ വളരെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെർബൽ മെഡിസിൻ ആണ് ശതാവരി എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് അൾസേഴ്സ്, ഡിയോഡിനൽ അൾസേഴ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വളരെ ബെസ്റ്റ് ആയിട്ട് ശതാവരി യൂസ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാനും ശതാവരി ഹെൽപ്പ് ചെയ്യും. കഫ് സപ്രസന്റ് ആയിട്ട് ശതാവരി യൂസ് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ ശതാവരി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് ധാരാളം ഉണ്ട്. അതായത് ഈ സാപ്പോഡിൻ കണ്ടന്റ് ധാരാളം ഉണ്ട്. സാപ്പോഡിൻ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാകുന്ന സെൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനും ഈ ഒരു ആസ്പെരാഗസ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങൾ വരാതിരിക്കാനും ആസ്പെരാഗസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ ഒരു ആന്റി ഓക്സിഡന്റ് പവർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ആന്റി ഏജിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇത് കൊളാജന്റെ ബ്രേക്ക് ഡൗണിനെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ കൊളാജൻ മെയിൻറ്റെയിൻ ആയി നിർത്താനും ഈ ഒരു ആസ്പെരാഗസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ആന്റി ഏജിങ്ങിനും ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്.
പിന്നെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടും ഈ ഒരു ആസ്പെരാഗസ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ആസ്പെരാഗസ് അല്ലെങ്കിൽ ശതാവരിയുടെ യൂസസ്. ഇത് ആർക്കൊക്കെ കഴിച്ചുകൂടാ, അത് നമ്മൾ അറിയണ്ടേ. ഇത്രയും യൂസസ് ഇതിനുണ്ട്, അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാവോ? ശതാവരി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഇത് നമ്മുടെ വെയിറ്റ് ഗെയിനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർ ഇത് കഴിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം കഴിക്കുക. ചിലപ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹേർട്ട് ഡിസീസ് അങ്ങനത്തെ എന്തെങ്കിലും ഡിസീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് ഇങ്ങനത്തെ ഡിസീസസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു മെഡിസിൻ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി നിങ്ങൾ മറ്റു മരുന്ന് ഏതെങ്കിലും കഴിക്കുന്നുണ്ട്, അതായത് ഷുഗറിന് വേണ്ടിയുള്ള മരുന്നുകളോ അങ്ങനത്തെ എന്തെങ്കിലും മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള മെഡിസിൻസ് എടുക്കണമെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഇത് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആയതുകൊണ്ട് നമ്മൾ ഷുഗറിൻ്റെ മെഡിസിൻസ്, ഷുഗർ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡയബറ്റീസിന് വേണ്ടിയുള്ള മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഷുഗർ ഒന്നും കൂടി കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇതും കൂടി കഴിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് എന്ത് മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള മെഡിസിൻസ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി മെയിൽസിന് ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ മെയിൽസിന് ഇത് യൂസ് ചെയ്യാം, പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇവർ ഇത് യൂസ് ചെയ്യാൻ. എന്ത് കാര്യത്തിലാണ് കഴിക്കുന്നത്, എത്ര ഡോസ് കഴിക്കണമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം മെയിൻലി ഞാൻ പറഞ്ഞുകൂടി ഇത് ഫീമെയിൽ ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ ഫീമെയിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെർബൽ മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ മെയിൽസ് കഴിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം കഴിക്കാനായിട്ട് നോക്കാം. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ആക്ച്വലി ഇത് ഈ ഒരു ആയുർവേദത്തിലൊക്കെ പല ഫോംസിൽ അല്ലെങ്കിൽ പല രീതിയിൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത് ലിക്വിഡ് ഫോമിലുണ്ട്, അതുപോലെ തന്നെ പൗഡർ ഫോമിലുണ്ട്, ഇങ്ങനത്തെ ക്യാപ്സ്യൂൾ ഫോമിൽ, ഇങ്ങനെ പല ഫോംസിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഫാർമസീസിലൊക്കെ വരുമ്പോൾ മെയിനായിട്ടും കിട്ടുന്നത് ഈ ഒരു ക്യാപ്സ്യൂൾ ആയിരിക്കും. ഹിമാലയയുടെ ആസ്പെരാഗസിൻ്റെ ഈ ഒരു ക്യാപ്സ്യൂൾ, വുമൻസ് വെൽനസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്യാപ്സ്യൂൾ. സോ ഇത് മെയിനായിട്ട് ഇന്ത്യയിലും കിട്ടും, യു എയിലും ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. യു എയിൽ മിക്ക ഫാർമസീസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ ഒരു മെഡിസിൻ എന്ന് പറയുന്നത്. സോ ഇത് മെയിനായിട്ടും ഇതിൻ്റെ വരുന്നതെന്ന് പറഞ്ഞാൽ ആസ്പെരാഗസ് 250 mg ആണ് വരുന്നത്. 250 mg BD ആയിട്ടാണ് പറയുന്നത്. അതായത് മോർണിംഗ് നൈറ്റ് ആയിട്ട് ഓരോ ക്യാപ്സ്യൂൾ വീതം മോർണിംഗും നൈറ്റും ആഫ്റ്റർ ഫുഡാണ് ഇത് കഴിക്കേണ്ടത്. സോ അങ്ങനെയാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ഇത് കഴിക്കുന്നത്. ഈ ഒരു ക്യാപ്സ്യൂൾ ഇതിൻ്റെ അകത്ത് ഒരു 60 ക്യാപ്സ്യൂൾസ് വരുന്നുണ്ട്. അതായത് ഒരു മാസമാണ് ഇതിൻ്റെ പീരീഡ് പറയുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു ക്യാപ്സ്യൂൾ വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.